ഗുഡ് മോർണിംഗ് ബിലവഡ്. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം ബിലവഡ് സ്കിൽസ് ചർച്ചിലേക്ക്. നിങ്ങൾ ബോംബെയിലുള്ളവരാണ് എങ്കിൽ ഞങ്ങളോട് കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. ഫേസ്ബുക്ക് ഹാൻഡിൽ നമ്മുടെ @ബിലവഡ് സൺസ് ഓഫ് ഗോഡ് എന്നാണ്. നിങ്ങൾക്ക് ഞങ്ങളെ മെസ്സേജിലൂടെ അറിയിക്കാവുന്നതാണ്. നമ്മുടെ സഭയുടെ അഡ്രസ്സ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതിൽ യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ലഭിക്കുന്നതാണ്. അതിൽ PDF ഫയൽ ലഭിക്കും. നിങ്ങൾക്ക് ഇന്ന് വായിക്കുന്ന എല്ലാ വചനങ്ങളും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വിഷയത്തിൻ്റെ മുകളിൽ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ വിഷയം ഞാൻ അവൻ്റെ പ്രിയപുത്രനാണ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ കേൾക്കാത്തവരെല്ലാവരും തീർച്ചയായും പോയി കേൾക്കണം. ആ മെസ്സേജിൻ്റെ പേര് നീ എൻ്റെ പ്രിയപുത്രനാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ വളരെയധികം സാക്ഷ്യം വരുവാനിടയായി ഈ സുവിശേഷത്തിൻ്റെ വചനം കേട്ടതിലൂടെ. ഞാനും എൻ്റെ വചനങ്ങൾ വീണ്ടും കേൾക്കാറുണ്ട്. ഇത് വളരെ നല്ല കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവാണ് എന്നിലൂടെ ഇത് സംസാരിക്കുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മൾ കേൾക്കുന്നതിലൂടെയാണ് നമുക്ക് വിശ്വാസം വരുന്നത്. പുതിയ പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ ഇതിലൂടെ പഠിപ്പിക്കും. എനിക്ക് വിശ്വാസമുണ്ട് ഇന്നും അവൻ നമ്മളെ ഉത്സാഹിപ്പിക്കുമെന്ന്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു സാക്ഷ്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭയിൽ ഗീതുവിൻ്റെ സാക്ഷ്യമാണത്. ഈ സാക്ഷ്യം അവൾ കേട്ടപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും ഈ വചനം കേൾക്കുന്നവർ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ അടിസ്ഥാനം ഈ സത്യത്തിൽ നിലനിൽക്കണം. നിങ്ങൾ അവൻ്റെ പ്രിയപുത്രന്മാരാണ്. പിതാവ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു കുടുംബത്തിൽ വളരെയധികം കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷെ ഒരു പ്രിയപ്പെട്ട ഒരു കുഞ്ഞുണ്ടാവും. ആ സ്ഥലം എനിക്കും നിങ്ങൾക്കും അത് എടുക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടാൽ ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മളെപ്പോഴും നമ്മുടെ പിതാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇത് അറിയുകയാണ് എങ്കിൽ നിങ്ങൾ അവൻ്റെ പ്രിയപുത്രന്മാരാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഭയമില്ലാത്തവരായിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊരു മനുഷ്യനെ അല്ല, പിതാവിൻ്റെ അടുത്തേക്കേ നിങ്ങൾ പോവുകയുള്ളൂ. സൺഡേയിലെ മെസ്സേജിന് ശേഷം ഗീതുവിന് തോന്നി അവളുടെ ഒരു പഴയ സുഹൃത്തിനെ വിളിക്കുവാൻ വേണ്ടി. അവൾ ഫോൺ വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു അവളുടെ കൂട്ടുകാരിയുടെ പിതാവിന് ക്യാൻസർ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ മനസ്സിലായി അത് 3rd or 4th സ്റ്റേജിലോ ആയിരിക്കുന്നുവെന്ന്. അവർ പറയുവാനിടയായി ചിലപ്പോൾ വൈകുന്നേരം ഒരു ടെസ്റ്റും കൂടെ ചെയ്യണം, അതിനുശേഷം കൂടുതലായിട്ട് അറിയാൻ സാധിക്കുമെന്ന്. ഗീതു ജീവൻ കൊടുക്കുവാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ അവളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു നേരത്തെ. അവൾക്കും ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് വളരെ വലിയൊരു രോഗമായിരുന്നു. ആളുകൾ പറയുവാനിടയായി ഇത് വളരെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അവൾക്കപ്പോൾ ഇത് മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ, യേശു വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ് എന്ന്. ഇതേ സത്യം അവൾ അവളുടെ സുഹൃത്തിനോടും പറഞ്ഞു. യേശു ക്രിസ്തു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ് എന്ന്. അവൾ പറയുവാനിടയായി നിങ്ങൾ അവൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്. നിങ്ങൾക്ക് പിതാവുള്ളപ്പോൾ ഒരു വസ്തുവും ഒരു പുത്രൻ്റേത് അതിനെ ആർക്കും തൊടാൻ സാധിക്കുകയില്ല എന്ന് അവൾ ഉത്സാഹിപ്പിക്കുക മാത്രം ചെയ്തു. നിങ്ങൾ വിശ്വസിക്കുക, ഈ വചനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഇത്രയും പറഞ്ഞതിന് ശേഷം അവൾ ഫോൺ വയ്ക്കുവാനിടയായി. പിന്നെ അവൾ മറന്നുപോയി. വൈകുന്നേരം അവൾക്ക് കോൾ വരികയാണ് അതേ കൂട്ടുകാരിയുടെ അടുത്ത് നിന്ന്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്താണ് സംഭവിച്ചതെന്ന്. ആ രണ്ടാമത്തെ റിപ്പോർട്ട് പൂർണ്ണമായും അത് നോർമലായിരിക്കുന്നു. ആദ്യത്തെ റിപ്പോർട്ട് അത് തെറ്റായി സ്ഥാപിക്കപ്പെട്ടു. എനിക്ക് വളരെ ഉത്സാഹമാണിത് കേൾക്കുമ്പോൾ. നിങ്ങൾ ഒരു പ്രിയ പുത്രൻ്റേതായിട്ടുള്ളതിന് ആർക്കും തൊടാൻ സാധിക്കുകയില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ആർക്കെങ്കിലും 3rd or 2nd സ്റ്റേജ് ക്യാൻസർ പറഞ്ഞിട്ട് ജീവൻ കൊടുക്കുമ്പോൾ, സത്യം കൊടുക്കുമ്പോൾ, അതിനുശേഷം വീണ്ടും റിപ്പോർട്ട് എടുക്കുമ്പോൾ അത് നോർമലാവുന്നു. ആദ്യത്തെ റിപ്പോർട്ടുകളെ മുഴുവൻ തെറ്റായി സ്ഥാപിക്കപ്പെടുന്നു. ഇത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മമ്മിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അവർക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമുക്കൊരു ടെസ്റ്റ് കൂടി എടുക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ വിശ്രമം ഇതാണ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാറില്ല. നേരത്തെ തന്നെ തോറ്റിരിക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടി സാത്താനും ആഗ്രഹിക്കുന്നതാണ് ഞാൻ പുത്രന്മാരെ അവൻ്റെ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിന്നും എടുത്ത് അവരെ യുദ്ധത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടുവരിക. നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അത് ഓൾറെഡി തോറ്റിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും മമ്മിയുടെ ടെസ്റ്റ് എടുത്തപ്പോൾ ആ റിപ്പോർട്ടുകളെല്ലാം അത് നോർമലായി. നിങ്ങൾ എത്രയധികം അവൻ്റെ സത്യവചനങ്ങളെ കേൾക്കുന്നുവോ, നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ നടക്കുന്നുവോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം അത് സാക്ഷ്യങ്ങളാൽ നിറയപ്പെട്ടൊരു ജീവിതമായി മാറും. നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ സത്യം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ്: ഞാനും നിങ്ങളും അവൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരാണ്. നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുകയാണെങ്കിലും ഉണരുകയാണെങ്കിലും നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എപ്പോഴും ഈ തിരിച്ചറിവിൽ നിലനിൽക്കുക. നിങ്ങൾ ജയാളിയേക്കാൾ മുകളിലാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ അവൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഇത് നിങ്ങളുടെ എന്തെങ്കിലും കഴിവ് കൊണ്ടല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതല്ല. ഇത് എല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. വരും നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് നോക്കാം. എത്ര പേർ ഇത് മൊബൈലിൽ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു PDF ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നിന്ന് ഇന്ന് നമ്മൾ വായിക്കുന്ന എല്ലാ വചനങ്ങളും ലഭിക്കുന്നതാണ്.
തുടക്കത്തിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വചനം മത്തായി എഴുതിയ സുവിശേഷം 3:17 ഈ വചനമാണ്. ഈ വചനത്തിനാണ് നമ്മുടെ സഭയുടെ അടിസ്ഥാനം ആയിരിക്കുന്നത്. ഇത് ആ ദിവസമാണ്, മാർച്ചിന്റെ 3-ാം ദിവസം 17-ാം തീയതി സൺഡേ ആയിരുന്നപ്പോൾ എല്ലാവരെയും ഞാൻ ഒഫീഷ്യലി ഞാൻ ആദ്യമായിട്ട് ചർച്ചിന് വേണ്ടി വിളിച്ചു. 2 വർഷം മുമ്പ് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന കൂടി വന്നിരുന്നു. ആ ദിവസത്തിന് ശേഷം മാർച്ച് 17-ന് ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും സൺഡേ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. ഒരു വീട്ടിൽ കൂടുന്ന ഒരു കൂട്ടമായിട്ടല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ പോകുന്നുവെന്ന്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചാണ്. ഇതാണ് ബിലവഡ്. ഈ ബിലവഡിൻ്റെ തുടക്കം അങ്ങനെയാണ് നടന്നത്. ഞങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരമായിരുന്നു കൂടി വന്നിരുന്നത് 3 മണിക്ക്. എനിക്ക് ചിലരുടെ ജീവിതത്തിൽ ഫലം കാണുവാനിടയായി. ചില പുത്രന്മാരുടെ ജീവിതത്തിൽ ഫലങ്ങൾ കാണുവാൻ സാധിച്ചില്ല. ഞാൻ പിതാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ചിലരുടെ ജീവിതത്തിൽ എനിക്ക് ഫലം കാണാൻ സാധിക്കുന്നത്, ചിലരുടെ ജീവിതത്തിൽ ഫലം കാണാൻ സാധിക്കാത്തതും? എന്തുകൊണ്ടെന്നാൽ അവരെല്ലാവരും ഒരേ വചനമാണ് കേൾക്കുന്നത്. പിന്നെ ഞാൻ എന്താണ് ചെയ്തതെന്നാൽ ചർച്ചിൻ്റെ സമയം ഞാൻ 3 മണിയിൽ നിന്ന് മാറ്റി ഞാൻ രാവിലെ 10:30-ക്ക് വെക്കുവാനിടയായി. പെട്ടെന്ന് അങ്ങനെ 3:30-യിൽ നിന്നും രാവിലെ 10:30-ലേക്ക് മാറ്റിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു. നിങ്ങൾ ബിലവഡിൽ വരികയാണോ അതോ വേറെ എവിടെയെങ്കിലും പോവുകയാണോ? ആ ദിവസവും ഞാൻ ആളുകളെ ഓർമ്മപ്പെടുത്തുവാനിടയായി, നിങ്ങൾ ഒരു വീട്ടിലല്ല വരുന്നത്, നിങ്ങളൊരു സഭയിലാണ് വരുന്നത്. രാവിലെ 10:30-ക്ക് വന്നവർ അവർ ആ പുത്രന്മാരായിരുന്നു, അവരുടെ ജീവിതത്തിൽ ഫലങ്ങൾ കണ്ടവർ. എന്തുകൊണ്ടെന്നാൽ അവർ ജീവന്റെ വൃക്ഷവുമായി ബന്ധപ്പെട്ടിരുന്നു. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് നമ്മൾ ഒരു സഭയിൽ പോകണമോ വേറൊരു സഭയിൽ തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷിക്കുന്നതെങ്കിൽ അതിന്റെ ഫലം അത് മരണം മാത്രമേ ആയിരിക്കുകയുള്ളൂ. ജീവന്റെ വൃക്ഷത്തിന്റെ കീഴെയാണെങ്കിൽ അതിന് ജീവനായിരിക്കും. പലപ്പോഴും ആളുകൾ ചോദിക്കും, ഇവിടെയും അവിടെയും പോകുന്നതുകൊണ്ട് എന്താണ് വ്യത്യാസമെന്ന്. പക്ഷേ എല്ലാ തിരഞ്ഞെടുപ്പും നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ നമ്മൾ ജീവന്റെ തിരഞ്ഞെടുപ്പിലൂടെയാണ്. അത് ജീവനോ അല്ലെങ്കിൽ മരണമോ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉള്ളതൊന്നും സാധാരണമായിട്ടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് പിതാവ് കൊണ്ടുവരുന്നതിനെല്ലാം ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഇവിടെ ബിലവഡിൽ വരുമ്പോൾ നിങ്ങൾ ഈ കാര്യം ഏറ്റു ഇത് പറയുകയാണ് നിങ്ങളുടെ തിരിച്ചറിവിൽ, ഇതെൻ്റെ തിരിച്ചറിവിനെ കുറിച്ചുള്ളതാണ്, എനിക്കിവിടെ അറിയാം ഞാൻ അവൻ്റെ പ്രിയപുത്രനാണ് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ സൺഡേ സർവീസ് ചെയ്തപ്പോൾ മാർച്ച് 17-ന് അപ്പോൾ ഞാൻ വചനം നോക്കുവാനിടയായി. മത്തായി 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഏതാണ് എന്ന്. പിന്നെ എനിക്ക് ഈ വചനം ലഭിക്കുവാനിടയായി. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നീ എൻ്റെ പ്രിയപുത്രനാണ് എന്ന്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. ഇതേ വചനമാണ് നമ്മുടെ ചർച്ചിൻ്റെ ബോർഡിലുള്ളത്. ഇത് നമ്മുടെ ചർച്ചിന് വേണ്ടി അടിസ്ഥാനമായിട്ട് ഇട്ടിരിക്കുന്നത്. വരൂ നമുക്ക് ഒന്നുകൂടെ ആ വചനം വായിക്കാം. എനിക്ക് വിശ്വാസമുണ്ട്. വരൂ നമുക്ക് ഒന്നുകൂടെ ആ വചനം വായിക്കാം. മത്തായി 3:17 വാക്യം. ഇന്നത്തെ മുഖ്യ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫാദേർഡ് സൺ. നമുക്കതിനെ മലയാളത്തിൽ പിതൃത്വത്തിലായിരിക്കുന്ന പുത്രൻ എന്ന് പറയാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു പുത്രനാണ് എന്ന് നമ്മൾ പറയും. പക്ഷെ സത്യത്തിൽ നിങ്ങളെ ഒരു അനാഥരായിട്ടാണ് കാണുന്നത്. നമ്മൾ പറയും പുത്രനാണ് എന്ന്, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ആ പിതൃത്വത്തിന്റെ വെളിപ്പാട് ഇപ്പോൾ ഉണർന്നിട്ടില്ല. വരും നമുക്ക് വായിക്കാം. മത്തായി 3-ാം അധ്യായം 17-ാം വാക്യം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് വന്നിട്ട് യേശു സ്നാനപ്പെട്ടതിന് ശേഷം സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുവാനിടയായി. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് ദൈവം ഈ വാക്യം എടുത്തത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ കാര്യം ചിന്തിക്കുവാനിടയായി. അവന് പറയാമായിരുന്നു യേശു ക്രിസ്തു വിശുദ്ധനാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു പാപവും യേശുവിലായിരുന്നു. അവൻ നിഷ്കളങ്കനായ ഒരു കുഞ്ഞാടിനെ പോലെ നമുക്ക് വേണ്ടി യാഗമായിട്ടാണ് വന്നത്. യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അവൻ കൊടുങ്കാറ്റിനെ അടക്കി. അവൻ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ മുകളിൽ നടന്നത്? ചിലപ്പോൾ ദൈവത്തിന് പറയാമായിരുന്നു, നീ എൻ്റെ വിശുദ്ധനായ മകനാണ്, അതിനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ പറയാമായിരുന്നു. ഇവൻ എൻ്റെ നീതിമാനായ പുത്രനാണെന്ന്. എന്തുകൊണ്ടെന്നാൽ അവന് പാപമില്ലായിരുന്നു. അവന് പറയാമായിരുന്നു, ഇവൻ എൻ്റെ ഏറ്റവും ബലവാനായ പുത്രനാണ്, ഏറ്റവും ബലമുള്ളവൻ. ആ അധികാരത്തോടുകൂടെ
പക്ഷെ ഇല്ല. ഈ എല്ലാ കാര്യങ്ങൾക്കും വ്യത്യസ്തമായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് യേശുക്രിസ്തുവിനെ വെച്ച് പറയാനായിട്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഈ ശബ്ദം പ്രിയം എന്നുള്ളത് നിങ്ങൾ എന്താണത് നിങ്ങൾക്ക് തോന്നുന്നത്? അതൊരു സ്നേഹത്തെയാണ് അവിടെ കാണിക്കുന്നത്. ആ പ്രിയ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം ഇതാണ്: ഒരാളുണ്ട് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ആൾ. മറ്റേത് വാക്കാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, ആ സ്നേഹത്തെ, പിതാവിൻ്റെതായിട്ടുള്ള സ്നേഹത്തെ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. യേശു ഏറ്റവും വിശുദ്ധനാണ്, അവനിൽ പാപമില്ല, അവൻ ഏറ്റവും നീതിമാനാണ്, അത് യേശുവാണ്. ഏറ്റവും ശക്തിശാലിയായിട്ടുള്ളതും ഏറ്റവും അധികാരമുള്ള ആളും അത് യേശു ക്രിസ്തു തന്നെയാണ്. പക്ഷെ പിതാവ് ആ വാക്യം എടുത്തില്ല. യേശു എടുത്തത് നീ എൻ്റെ പ്രിയ പുത്രനാണോ എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ നീ അവൻ്റെ സ്നേഹത്തിൻ്റെ പാത്രമാണ്. ഈ ഒരു ശബ്ദമാണ് പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. ദൈവപിതാവിന് അറിയാം, ഈ സത്യത്തിൽ നിലനിൽക്കുന്നതിലൂടെ യേശു ക്രിസ്തു പോകുന്നിടത്തെല്ലാം ആ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മുകളിൽ നമുക്ക് വേണ്ടി അവന് ജയിക്കാൻ സാധിക്കുമെന്ന്, അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇതറിയുന്നതിലൂടെ അവൻ്റെ പ്രിയ പുത്രനാണ് എന്ന് യേശു ക്രിസ്തു 100% അവൻ അറിയാമായിരുന്നു. അവൻ്റെ പിതാവായ ദൈവം അവനെ എത്രയധികം സ്നേഹിക്കുന്നുവെന്ന്. നീ വിശുദ്ധനാണ്, നീ നീതിമാനാണ്, നിനക്ക് അധികാരമുണ്ട്, നിനക്ക് ശക്തിയുണ്ട്. പക്ഷെ ഏറ്റവും ആദ്യം ആ സത്യത്തിൽ ഉണരേണ്ടിയിരുന്നത് ഇതാണ്: നീ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം. നീ അവൻ്റെ പ്രിയ പുത്രനാണ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ സൺഡേ നമ്മൾ പഠിക്കുവാനിടയായി, പ്രിയ ശബ്ദത്തിന്റെ അർത്ഥം ഇതാണ്: പ്രിയനാകുവാൻ വേണ്ടി നിങ്ങൾക്ക് ആരുടെയെങ്കിലും സ്നേഹത്തിന്റെ പാത്രമാവേണ്ട ആവശ്യമുണ്ട്. ഒരാളുണ്ട് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നത്. ആ നന്മ പിതാവാണെന്ന് നിങ്ങൾ പ്രിയപുത്രന് വേണ്ടി ചെയ്യുന്നത്. ഇത് എത്രയധികം വിശ്രമത്തിന്റെ സ്ഥാനത്തേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. ഈ അറിവ് എനിക്കിത് മനസ്സിലാകുമ്പോൾ എനിക്കുള്ളതെല്ലാം ഇത് എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റേതായിട്ടുള്ളതെന്തും അത് എൻ്റെ മമ്മിയാണെങ്കിലും ദുഷ്ടന് തൊടാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ അവൻ്റെ പ്രിയപുത്രനാണ്. അവനാണ് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ എഴുതിയിരിക്കുന്നു, സ്നേഹം ഇതിലല്ല നമ്മൾ അവനെ സ്നേഹിച്ചു എന്നല്ല, പ്രേമം ഇതിലാണ്, അവൻ നമ്മെ സ്നേഹിച്ചു. അവനാണ് എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ അവൻ്റെ സ്നേഹപാത്രമാകുവാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ അവൻ്റെ സ്നേഹത്തിൻ്റെ പാത്രമായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലെയും ശ്രദ്ധ പിതാവാണ് വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ജീവിതത്തിൽ ജയാളിയേക്കാൾ മുകളിലായിട്ട് സഞ്ചരിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾ അവൻ്റെ പ്രിയപുത്രനാണ്. നിങ്ങൾക്കറിയാം, വളരെ പല കാര്യങ്ങളുടെയും പുറകെ നമ്മൾ ഓടാറുണ്ട്, നമ്മൾ പ്രശ്നത്തിലാകാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ പ്രിയപുത്രൻ്റെ തിരിച്ചറിവിൽ നമ്മളെ തന്നെ കാണുന്നില്ല. നിങ്ങൾ എത്രയധികം നിങ്ങളുടെ തിരിച്ചറിവിൽ ഉണരുന്നുവോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ളതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടൊരു കാര്യത്തിലാണ്. നിങ്ങൾക്ക് അത്രയധികം വിശ്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും നമുക്ക് തോന്നും, എത്രയധികം വാഴ്ചകളുണ്ടോ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളുണ്ടോ, നമുക്കതിനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന്. പക്ഷേ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെ നമ്മൾ വായിക്കുവാനിടയായി, അതെല്ലാം നമ്മുടെ കാലിന് കീഴെയാണിപ്പോൾ. ഒരു പരിപൂർണനായ പുത്രൻ പഠിക്കുകയാണ് അവൻ എങ്ങനെയാണ് വിശ്രമത്തിന്റെ സ്ഥാനത്ത് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കേണ്ടതെന്ന്. നിങ്ങൾക്കറിയാമോ, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ പിതാവായ ദൈവം എന്താണ് പറഞ്ഞത്? നീ എൻ്റെ വലതുഭാഗത്ത് വന്നിരിക്കുക, ഞാൻ നിന്റെ എല്ലാ ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കോളം. ഈ പുത്രന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു റിപ്പോർട്ട് വരികയാണ്, ക്യാൻസർ ആണെന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞ്. ചിലപ്പോൾ പറയുകയാണ്, വൈകുന്നേരം അതേ ടെസ്റ്റ് വീണ്ടും ചെയ്യുമ്പോൾ പറയുകയാണ് അത് നോർമലാണ് എന്ന് പറയുകയാണ്. ചിലപ്പോൾ നമ്മുടെ മെഷീനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിരിക്കാം, അത് ആദ്യം ക്യാൻസർ അങ്ങനെ വന്നു എന്ന്. ഇപ്പോൾ പക്ഷെ ഒരു ക്യാൻസറും ഇല്ല. ആ പുത്രൻ വളരെയധികം ഈ സാക്ഷ്യം കേട്ടിട്ട് സന്തോഷിക്കുകയാണ്. അവരൊരു സത്യം മാത്രമാണ് കേട്ടത്, ആ ജീവനും സമൃദ്ധിയായ ജീവനെയും കുറിച്ച്. ആ പുത്രൻ അവൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ ജീവനെയാണ് അവരുമായിട്ട് ഷെയർ ചെയ്തത്. അവർ പ്രാപിച്ച ആ ജീവൻ അവർക്കറിയാമായിരുന്നു, ദൈവപിതാവ് അവരെ വളരെയധികം സ്നേഹിക്കുന്നു, സാത്താൻ അവരുടേതായ ഒന്നിനെയും തൊടുകയില്ല എന്ന്. ഇതേ സത്യം അവർ മറ്റൊരു പുത്രനുമായിട്ട് അതിലും ഉണർത്തുവാൻ, ആ പുത്രനെ അതിലും ഉണർത്തുവാനിടയായി. പിന്നെ ആ പുത്രൻ തിരിച്ചു പോയിട്ട് ആ റിപ്പോർട്ട് നോർമൽ ആകുന്നു കാണുവാനിടയായി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പിതാവായ ദൈവം നിങ്ങളെക്കുറിച്ച് പറയുകയാണ്, നീ എൻ്റെ പ്രിയ പുത്രനാണ്. അവൻ പറയുകയാണല്ല, നീ ഒരു വിശുദ്ധനാണ്, നീ ഏറ്റവും വലിയ ശക്തിശാലി എന്നല്ല പറയുന്നത്, പക്ഷെ നീ എൻ്റെ പ്രിയ പുത്രനാണ്. ഇതേ കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ പുത്രന്മാരും ഈ സത്യത്തിൽ ഉണരണമെന്ന്. ഈ സത്യത്തിൽ നിലനിൽക്കുന്നതിലൂടെ യേശു ക്രിസ്തുവിനെ പോവുകയാണ്, പാപത്തിന്റെയും മരണത്തിന്റെയും മുകളിൽ അവൻ വിജയാളിയായിട്ട് വരികയാണ്. ആ സത്യത്തിന് എത്ര വലിയ ശക്തിയുണ്ട്! മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യേശു ക്രിസ്തു ഒരു ശമരിയ സ്ത്രീയോട് സംസാരിക്കുന്നതായിട്ട്.
യേശു ക്രിസ്തു ആ സമയത്ത് ഒരു കിണറിന്റെ അടുത്തായിരുന്നു. ഈ ശമര്യ സ്ത്രീ അവിടെ വെള്ളം നിറയ്ക്കാൻ വരികയാണ്. ആ സംസാരം അതിനെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. നമുക്ക് 21 വചനം മുതൽ ഇവിടെ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. എങ്ങനെയാണ് അവർ ആരാധിക്കുന്നത്? സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗ്രീക്ക് ഭാഷയിൽ ആരാധന എന്ന ശബ്ദത്തിന്റെ വേറൊരു അർത്ഥം കൂടിയുണ്ട്, ചുംബിക്കുക, സ്നേഹം കാണിക്കുക. എങ്ങനെയാണ് നിങ്ങളോട് ആ പിതാവിനോടുള്ള സ്നേഹം നിങ്ങൾ കാണിക്കുന്നത്? ആ സത്യത്തിലൂടെ, ആ വചനം നമ്മളെക്കുറിച്ച് പിതാവ് പറഞ്ഞിരിക്കുന്നതിൽ വിശ്വസിക്കുന്നതിലൂടെ. നമ്മൾക്ക് പറയാൻ സാധിക്കും, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന്. പക്ഷെ ഞാൻ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞാൻ ആ സ്നേഹത്തെ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിലൂടെ? അതുകൊണ്ടാണ് യേശുക്രിസ്തു അവൻ്റെ സമയത്ത് പറഞ്ഞത്, ഞാൻ പോയി അവർക്ക് ആ വചനം കൊടുത്തു, ആ വചനം ഗ്രഹിച്ചവർ അവർ എൻ്റേതാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് എനിക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ എല്ലാവരും അവൻ്റെ പ്രിയപുത്രന്മാരാണ്. പക്ഷേ അത് അവർക്ക് വേണ്ടിയായിരിക്കും സത്യമാകുന്നത്, ഈ വചനം ഗ്രഹിക്കുന്നവർക്ക്. നമുക്ക് കാണാൻ സാധിക്കും, ഒരു കുടുംബത്തിൽ വളരെ സഹോദരങ്ങൾ ഉണ്ടാകാം. പക്ഷെ എല്ലാ സഹോദരങ്ങളിലും ഒരാളുണ്ടാകും പിതാവിൻ്റെയും മാതാവിൻ്റെയും ഏറ്റവും ലാളിത്യം നിറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ടവർ. എനിക്ക് വിശ്വാസമുണ്ട് ആ സ്ഥാനത്ത് പ്രവേശിക്കുമ്പോഴാണ് നമുക്കത് ലഭിക്കുന്നത്. ഒരു സ്ഥാനം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. അവിടെ പറയുകയാണ്, ഞാനും നിങ്ങളും അവൻ്റെ പ്രിയപുത്രന്മാരാണ് എന്ന്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ എങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മഷിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവന് വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മഷിഹ എന്ന് പറഞ്ഞു. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. അതിനു മുമ്പ് നമ്മൾ 5-ാം അധ്യായം വായിക്കുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് യേശുക്രിസ്തു ക്രൂശിൽ പോകുന്നതിന് മുമ്പ് പറയുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നു, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മൾ ഒന്നാകേണ്ടതിന്. പലപ്പോഴും നമുക്ക് തോന്നാം ഒന്ന് എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം അത് ഒറ്റയ്ക്കാകുക എന്നുള്ളതാണ്. പക്ഷെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒന്ന് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് സത്യം പറഞ്ഞാൽ 2 പേരുടെ ഇടയിലുള്ള ഒരു കാര്യമാണ്. യേശുക്രിസ്തു ഈ വാക്യം ഉപയോഗിക്കുമ്പോൾ, ഞാൻ പിതാവുമായി ഒന്നായിരിക്കുന്നത് പോലെ, അതിന്റെ അർത്ഥം ഇതാണ്, ആ വിശ്രമത്തിന്റെ സ്ഥലത്ത് പിതാവുമായി ഒന്നായിട്ട് കാണുകയാണ്. പിതാവ് എപ്പോഴും അവനോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് കയ്യിൽ PDF ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് ഈ വചനം ലഭിക്കുന്നതാണ്. യോഹന്നാൻ 17-ാം അധ്യായം ഇതിന്റെ 20-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും തമ്മിൽ ഒന്നാകേണ്ടതിന്. യേശു ഇവിടെ പറയുകയാണ്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. ഒരു ഐക്യം 2 പേരുടെ ഇടയിലുള്ളത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിൽ നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ഒരു ഐക്യം 2 പേരുടെ ഇടയിലുള്ളത്. യേശുക്രിസ്തുവും ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ഈ ഒരു ചിന്തയോടുകൂടെ ആയിരുന്നു സഞ്ചരിച്ചത്. അതിൽ എപ്പോഴും അവൻ 2 ആയിരുന്നു. പിതാവിനെ എപ്പോഴും അവനോട് കൂടെ അവൻ കണ്ടു. അതുപോലെ തന്നെയാണ് നിങ്ങളോടുകൂടെയും പിതാവുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ കാര്യം? ഇങ്ങനെയൊരു സത്യത്തോടു കൂടെ നമ്മൾ ജീവിക്കുക, നമ്മളൊരു പിതൃത്വത്തിലാണ്. ആ ഐക്യത്തിൽ ജീവിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ ആ സത്യത്തിൽ ഉണരുകയാണ്, നമ്മൾ അവൻ്റെ പ്രിയ പുത്രന്മാരാണ്. നമ്മുടെ പിതാവ് നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം 23-ാം വാക്യം മുതൽ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. പിതാവെ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പിതാവ് ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നീതിയുള്ള പിതാവെ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനും നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയുമിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നമ്മൾ വചനത്തിൽ വായിച്ചു, ആ ഐക്യം എന്താണ്? ഈ വചനം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും.
നിങ്ങൾക്കറിയാമോ, ആ ഐക്യം ഈ കാര്യത്തിലാണ്, ഈ സത്യത്തിൽ ഉണരുന്നതിൽ പിതാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ. ആ ഐക്യം ഈ ചിന്തയോടെ സഞ്ചരിക്കുന്നതിലാണ് ഞാനും എൻ്റെ പിതാവും എപ്പോഴും എന്നോട് കൂടെയുണ്ട്. നമ്മളിന്ന് വായിക്കുന്ന എല്ലാ വചനങ്ങളും നമ്മൾ എടുത്തതെല്ലാം അത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് അവിടെയാണ് അത് കിട്ടുന്നത്. നിങ്ങൾ വചനം വായിക്കുന്നതിനനുസരിച്ച് തിരിച്ച് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരും. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം യേശുക്രിസ്തുവിൻ്റെ ശബ്ദത്തെ. യേശുക്രിസ്തു എന്താണ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ സമയത്തും ആ പിതാവിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. അവൻ പറയുകയാണ് ആ ഐക്യത്തെക്കുറിച്ച്. അവൻ ആ പിതാവിനെ എപ്പോഴും കൂടെ കണ്ടിരുന്ന ഐക്യം. എല്ലാ കാര്യങ്ങളിലും അവനൊരു പിതൃത്വത്തിൽ, ആ സ്നേഹത്തിൽ, ആ സത്യത്തിൽ അവൻ ഒറ്റയ്ക്കല്ല, പിതാവിനോട് കൂടെ ഉണ്ടെന്നുള്ളതിലായിരുന്നു. ഈ വചനത്തിന് എല്ലാത്തിനും ശേഷം ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യേശുക്രിസ്തു പറയുകയാണ്, പിതാവേ അങ്ങ് എന്നെ എന്താണ് വിട്ട് കളഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ വിജയാളിയായിരുന്ന സാഹചര്യങ്ങളിലെല്ലാം യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു അവനൊരു പിതൃത്വത്തിലാണ്, അവൻ അവൻ്റെ പ്രിയ പുത്രനാണെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. നമുക്ക് മുന്നോട്ട് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നും അതിൻ്റെ 16-ാം വാക്യം മുതൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്. യേശു ശബ്ദത്തിൽ അത് ചെയ്തതുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ ഒറ്റയ്ക്കാണോ അത് പ്രവർത്തികൾ ചെയ്യുന്നത്? ഏത് സ്ഥലത്തായിരുന്നാലും, നിങ്ങൾ പോകുന്നത് എവിടെയായിരുന്നാലും, നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലമാകാം, എവിടെ ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. പിതാവ് എപ്പോഴും നിങ്ങളോട് കൂടെ സഞ്ചരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ആദം പാപം ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം സംഭവിച്ചത് എന്തായിരുന്നു? ആ വേർപാടായിരുന്നു ദൈവപിതാവിൻ്റെ ആത്മാവുമായിട്ടുള്ളത് അവിടെ സംഭവിച്ചത്. നിങ്ങൾ അതുകൊണ്ട് ഈ സത്യത്തിൽ ഉണരുമ്പോൾ നിങ്ങൾ അവൻ്റെ പ്രിയ പുത്രനാണെന്നുള്ളതിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഇതാണ്, സ്വർഗീയ പിതാവ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, അവൻ്റേതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മുന്നോട്ട് 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നിങ്ങളെ തന്നെ പുത്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ സ്വർഗീയ പിതാവും നിങ്ങളും ഒരു ജാതി ആവുകയാണ്. സ്വർഗീയ ജാതി, സ്വർഗത്തിൽ നിന്നും ജനിച്ചത്. ഒരു സിംഹത്തിന്റെ കുഞ്ഞ് സിംഹമായിരിക്കുന്നത് പോലെ, ഒരു നായയുടെ കുഞ്ഞ് നായക്കുട്ടിയായിരിക്കുന്നത് പോലെ, അതുപോലെ ദൈവപുത്രൻ ദൈവമാണ്. അതൊരു സ്വർഗീയ ജാതിയാണ്, മനുഷ്യ ജാതിയെ പോലെയല്ല അത്. എന്തുകൊണ്ടാണ് അവര് കല്ലെടുത്തത് എറിയാനായിട്ട്? എന്തുകൊണ്ടെന്നാൽ അവൻ ആ ദൈവത്തെ പിതാവെന്ന് പറഞ്ഞു. നമ്മൾ ഈ മനസ്സോടുകൂടി ആയിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഏത് സാഹചര്യങ്ങൾ, എന്ത് പ്രശ്നം നിങ്ങളുടെ ചെവിയിൽ വന്നാലും നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു നോക്കുക, അത് യേശുവിന്റെ ചെവിയിലാണ് എത്തിയത്. ആ പ്രശ്നത്തിന് പുറകെ അവൻ ഓടുമായിരുന്നോ? യേശു ഓടുമോ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്? അവൻ ഓടാറില്ലായിരുന്നു. എല്ലാ പ്രശ്നത്തിനെ പരിഹാരം അത് യേശു ക്രിസ്തുവിലാണ്. ഞാനൊരു സാക്ഷ്യം നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ ബുധനാഴ്ചയുള്ള നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ എല്ലാവരും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ ബോംബെയിലുള്ളവരെല്ലാം വന്ന് കൂടണമെന്ന്. ഇത് എത്ര വലിയ അത്ഭുതകരമായ കാര്യമാണ്. പ്രിയ പുത്രന്മാർ അവരുടെ തിരിച്ചറിവിൽ വന്നിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് എത്ര അത്ഭുതകരമായ കാര്യമാണ്. ഈ സാക്ഷ്യം കഴിഞ്ഞ ബുധനാഴ്ചയാണ്, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ചർച്ചിന്റെ വളരെയധികം കാര്യങ്ങളെല്ലാം നോക്കുന്ന ആള് ഈ സൺഡേ വരാൻ അവർക്ക് സാധിക്കുകയില്ലായിരുന്നു. അവർക്ക് വേറൊരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി പോകണമായിരുന്നു. ഞാൻ ആദ്യം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇവിടെ ഞായറാഴ്ച വരണമെന്ന്? അവർ പറഞ്ഞു എനിക്ക് ജോലിയുണ്ട് എന്ന്. പക്ഷെ ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആഗ്രഹിക്കുന്നോ ഈ സൺഡേ ഇവിടെ ആരാധനയ്ക്ക് വരണമെന്ന്? അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാൽ പുത്രൻ രണ്ട് മനസ്സോടെ അല്ല സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന്. അപ്പോൾ എല്ലാ സൃഷ്ടികളും അവർ പറഞ്ഞ ആ വചനത്തെ ആദരിക്കുവാനിടയായി, അവർക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുവാനിടയായി. അവർ ആഗ്രഹിച്ചത് അവർക്ക് വേണ്ടി പൂർത്തിയായി. ഞാൻ വളരെ ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷിക്കാറുണ്ട്. എന്തുകൊണ്ടാൽ ജീവിക്കുകയാണ്, ഇതിനെ ജീവനുള്ളതായി എൻ്റെ മുമ്പിൽ ഞാൻ കാണുകയാണ്. നമ്മുടെ ചർച്ച് ഗ്രൂപ്പിലും ആള് മെസ്സേജ് ഇട്ടായിരുന്നു, എനിക്ക് ടിക്കറ്റ് ഉണ്ട് അന്നത്തേക്കാണ്, എല്ലാ കാര്യങ്ങളും അവരതിൽ തരുവാനിടയായി. അതിൽ വരാൻ സാധിക്കയില്ല എന്നുള്ളതിൻ്റെ എവിഡൻസ്. ഞാനതെല്ലാം കണ്ടതിന് ശേഷം ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ സമാധാനത്തോടെ ഇരുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാമായിരുന്നു എൻ്റെ പിതാവ് ശക്തിയുള്ളവനാണ്.
ആ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചു, ഒരു പുത്രൻ്റെ ആഗ്രഹം ഉണ്ടായപ്പോൾ ഇവിടെ സൺഡേ വരണമെന്ന്. ഞാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ മുഴുകി. വൈകുന്നേരം ഞങ്ങൾക്ക് കാണാനിടയായി അവരിൽ നിന്ന് വന്നത് പറഞ്ഞിരിക്കുകയാണ്, ആ മെയിൻ വ്യക്തി ഉണ്ടായിരുന്നത് ആ ഇവന്റ് അവർ ക്യാൻസൽ ചെയ്യുവാനിടയായി. ഞാൻ നാളെ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ആൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ചിലർക്ക് ഇത് സാധാരണമായ ഒരു കാര്യമായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, സത്യം ഇതാണ്. ഇതുപോലെയാണ് നിങ്ങൾ അധികാരം നടത്തുന്നവരാകും. അവർ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ എല്ലാ സൃഷ്ടികളും അവരുടെ തിരഞ്ഞെടുപ്പിനോട് കൂടെ ഒന്നാകുവാനിടയായി. എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് മുന്നോട്ട് പോയി. എല്ലാം ക്യാൻസൽ ആകുവാനിടയായി. അവർക്ക് ഇവിടെ വരാൻ സാധിച്ചു. ഒരു പുത്രന്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാമോ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ അധികാരം നടത്തുവാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് ആ വലിയ കാര്യങ്ങളിൽ തന്നെത്താൻ ആ വിജയത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ, ആളുകൾ ദൈവപിതാവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായിട്ട് കാരണമായി തീരും. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വർഗരാജ്യത്തിലാണ്, പിതൃത്വത്തിലാണ്. നിങ്ങൾക്കറിയാമോ, ഇവന്റെ എങ്ങനെയാണ് ക്യാൻസൽ ആയതെന്ന്? അതിനൊരു കാരണവുമില്ലായിരുന്നു അത് ക്യാൻസൽ ആവേണ്ടതിന്റെ. അന്ന് നല്ല കാലാവസ്ഥയായിരുന്നു. അത് എന്തുകൊണ്ടാണ് നടന്നത്? അവൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ഒരു സഭയിൽ വന്നു, ഒരാളിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു വലിയ കമ്പനിയിൽ അവർക്ക് ജോലി വേണമായിരുന്നു. അവർക്ക് ഒരു ഓഫർ വരുവാനിടയായി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ജോലി വേണമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ജോലി വേണമെന്ന്? അവർ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടേതാണ്. നിങ്ങൾക്കറിയാമോ, ഏറ്റവും നല്ല കാര്യങ്ങൾ എല്ലാം അത് പ്രിയപുത്രന് ലഭിക്കും. നമുക്ക് കാണാൻ സാധിക്കും, അവർ ആഗ്രഹിച്ച ജോലി അവർക്ക് ലഭിക്കുവാനിടയായി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് പിതാവ് അവൻ്റെ എല്ലാ അവകാശങ്ങളും അവൻ്റെ പ്രിയപുത്രന് വേണ്ടി അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നൽകുന്നത് എന്ന്. ഏറ്റവും മേൽത്തരമായിട്ടുള്ളത് പ്രിയപുത്രന്മാരുടേതാണ്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും കാര്യം എന്താണ്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ പ്രിയപുത്രന്റെ സ്ഥലത്ത്, ആ തിരിച്ചറിവിൽ നമ്മൾ നിലനിൽക്കണം. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. 19-ാം വാക്യം. ഇവിടെ യേശു ക്രിസ്തു അവരോട് പറയുകയാണ്. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയയ്ക്ക് തന്നെത്താൻ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പിതാവ് ചെയ്ത് കാണുന്നതാണ് പ്രിയ ചെയ്യുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉയർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, ന്യായം വിധി അത് പുത്രന്റെ കയ്യിലാണ്. എൻ്റെ ജീവിതത്തിൽ എങ്ങനെയുള്ള സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ പല സ്ഥലത്തും പോയപ്പോൾ എനിക്ക് ശരിയായിട്ട് തോന്നാത്ത കാര്യങ്ങൾ കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയുള്ളത് നിന്നു പോകുവാനിടയായി. ഒരു ന്യായം വിധിക്കുന്ന അധികാരം ഒരു പുത്രനുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് വചനത്തിൽ കാണാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളിലും യേശു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതും ആ തിരിച്ചറിവിലാണ്. അവൻ എപ്പോഴും പിതാവിനെ അവനോട് കൂടെ കണ്ടു, ഒന്നായിട്ട്. ആ ഐക്യം ഇതിലായിരുന്നു. ഈ തിരിച്ചറിവിൽ ഉണരുന്നതിൽ ഞാനും പിതാവും എപ്പോഴും ഒന്നാണ്. ആ തിരിച്ചറിവ് ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല, അത് ഓരോ ദിവസവും എല്ലാ സമയത്തേക്കും ആ ചിന്ത എൻ്റെ പ്രാണനിൽ, എൻ്റെ ഹൃദയത്തിൽ അത് നിലനിൽക്കണം. ഞാനും എൻ്റെ പിതാവും എപ്പോഴും ഒന്നാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും ജീവൻ എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നിന്നും റൊട്ടിയിൽ നിന്നാണോ ലഭിക്കുന്നത്? അല്ല. എന്റെയും നിങ്ങളുടെയും ജീവൻ അത് പിതാവിൽ നിന്നാണ് വരുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എങ്ങനെയാണോ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും തന്നെ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ
അവന് അധികാരവും നൽകിയിരിക്കുന്നു. മുന്നോട്ട് നമുക്ക് 30-ാം വാക്യം വായിക്കാം. ഇവിടെ യേശു പറയുകയാണ്, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് യേശുക്രിസ്തു ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എപ്പോഴും ആ പിതാവിനെ അവനായി ഐക്യത്തിൽ ഒന്നായി കണ്ടുകൊണ്ടാണ് യേശുക്രിസ്തു വന്നു നമ്മളെ തിരിച്ചു നമ്മുടെ പിതാവിൻ്റെ അടുത്തേക്ക്, ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. അതുകൊണ്ട് നമ്മൾ വചനത്തിൽ വായിക്കാൻ നമുക്ക് സാധിക്കും, നമുക്ക് കാണാൻ സാധിക്കും, യേശുക്രിസ്തു പുത്രന്റെ തിരിച്ചറിവിൽ മാത്രമല്ല, ഒരു പിതൃത്വത്തിൽ ഒരു പുത്രനായിരിക്കുന്നത് പോലെ ആ തിരിച്ചറിവിലായിരുന്നു സഞ്ചരിച്ചത്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങളും ഒരു പിതൃത്വത്തിലാണ്. നിങ്ങൾ ഈ തിരിച്ചറിവിൽ ഉണരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവർ വന്നിട്ട് ചോദിക്കുകയാണ്, ആൾക്കാർ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. യേശു അവരോട് പറയാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിലും അവൻ അയച്ചവനിലും വിശ്വസിക്കുന്നുണ്ടോ? അത് ആണ് എന്നാണ്, വിശ്വസിക്കുന്നു എന്നാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ജീവിതം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ, നിങ്ങളുടെ ജീവിതവും പിതൃത്വത്തിലാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇതൊരു ലോകത്തിലുള്ള പിതാവിനെ കുറിച്ചല്ല, ഇത് സ്വർഗീയ പിതാവിനെ കുറിച്ചാണ്. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഒരു പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിലാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. അവർ അവനോട്, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടത് നീ എന്ത് അടയാളം ചെയ്യുന്നു എന്ന് എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഞാൻ ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുക. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നതും എങ്കിൽ അത് നിങ്ങളുടെ നേരെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ മറ്റുള്ള സഹോദരന്മാരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഈ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു പുത്രനുണ്ട്, സാക്ഷ്യം പറഞ്ഞത് അവരുടെ പിതാവ് മരിച്ചു പോയിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു പുത്രൻ്റെതായ ഒന്നും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ മരിക്കുകയല്ല, അവർ ഉറങ്ങുകയാണ്. അവർ സ്വർഗ രാജ്യത്തിൽ വീണ്ടും നമ്മൾ അവരെ കാണുവാനിടയാകും. പക്ഷെ നമ്മുടെ വിശ്വാസം ഈ സിദ്ധാന്തത്തിലാണ്. ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിലുമല്ല അത് അധിഷ്ഠിതമായിരിക്കുന്നത്. ഒരു സമയം വരും, നമ്മൾ കാണുന്നതെല്ലാം അത് കുറച്ച് സമയത്തേക്കുള്ളതാണ്. അതിനുശേഷം മരണത്തിലേക്ക് പോകും. പക്ഷേ എപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസം ലോകത്തിലുള്ള കാര്യങ്ങളിലല്ല, നമ്മുടെ സ്വർഗീയ പിതാവിലാകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ആ വിശ്രമത്തിൽ നമ്മുടെ ജീവിതത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും. ചിലപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കാം, പക്ഷേ അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുവാൻ ഇടയാകും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവൻ്റെ പ്രിയ പുത്രനാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരാളുമായി എൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുവാനിടയായി. എനിക്ക് രോഗമുണ്ടായിരുന്നത് റോമത്തോറൈറ്റിസിൻ്റെ, എൻ്റെ മമ്മിക്ക് ക്യാൻസർ പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരാളുമായി എൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുവെന്നും എൻ്റെ രോഗം റൊമത്തോറൈറ്റിസ്, എൻ്റെ മമ്മിക്ക് ക്യാൻസർ വന്നതും അതെല്ലാം അവർ കേട്ടപ്പോൾ അവരെന്നോട് പറയുവാനിടയായി, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ കൊടുങ്കാറ്റുകൾ വന്നു. ഞാൻ പറഞ്ഞു, അതെ, പക്ഷെ ഞാൻ ആ എല്ലാ കൊടുങ്കാറ്റുകളുടെയും മുകളിൽ ഞാൻ ജയാളിയായി വെളിയിൽ വന്ന ആളാണ്. ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ പ്രിയ പുത്രനാണെന്നുള്ളത്. നിങ്ങൾക്കറിയാമോ, അവൻ്റെ പ്രിയ പുത്രന് വേണ്ടിയുള്ളതെല്ലാം അവൻ്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും മുട്ടുമുടക്കുവാനിടയാവും. നമ്മൾ മറന്നു പോകരുത് പക്ഷേ നമ്മൾ ആരാണെന്ന്. ഈ ചിന്തയിൽ ഞാൻ എപ്പോഴും നിലനിൽക്കും. ഞാൻ ഒറ്റയ്ക്കല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട്. അവനാണ് എന്നെ അവൻ്റെ പ്രിയനാണ് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ പിതാവായ ദൈവം കൊണ്ടുവരും. മുന്നോട്ട് നമുക്ക് വായിക്കാം വചനത്തിൽ നിന്നും. അതിൻ്റെ 36-ാം വാക്യം മുതൽ 36 മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നിങ്ങൾക്കറിയാമോ, എല്ലാ കാര്യങ്ങളും അവൻ്റെ പ്രിയ പുത്രൻ്റെതായിട്ടുള്ളത്
ആ എല്ലാ അവകാശങ്ങളും അത് നിങ്ങൾക്ക് ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ പിതാവ് അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. ഇത് എത്ര വിശ്രമത്തിൻ്റെതായ സ്ഥാനമാണ്. ഇന്ന് മനുഷ്യൻ എന്തിൻ്റെയൊക്കെ പുറകെ ഓടുന്നോ അതെല്ലാം പിതാവ് നിങ്ങൾക്ക് തരും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവൻ്റെ പ്രിയപുത്രനായതുകൊണ്ട്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. നിങ്ങൾക്കറിയാമോ, പുത്രൻ്റെതായി ഒന്നും നഷ്ടപ്പെടുകയില്ല. അത് അവൻ്റെ സ്വഭാവത്തിൽ ഇല്ല. നിങ്ങൾക്കറിയാമോ സ്വഭാവം എന്താണെന്ന്? നിങ്ങൾക്കറിയാമോ, ഒരു സിംഹം അതിൻ്റെ സ്വഭാവത്തിലുള്ളതാണ് അതിന് ഒരുപാട് രോമങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. എന്ന് രാവിലെ എഴുന്നേറ്റ് അവനത് ഏറ്റുപറയേണ്ട കാര്യമില്ല, ഞാൻ സിംഹമാണ് സിംഹമാണ്. പക്ഷെ അത് തന്നെത്താൻ ആ രോമം കിളിക്കുവാൻ ഇടയാകും. എന്തുകൊണ്ടെന്നാൽ അത് അവൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. ഇന്നൊരു സത്യം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, പുത്രൻ്റെതായിട്ടുള്ളതൊന്നും നഷ്ടപ്പെടുകയില്ല. ഇത് നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ്. ഈ സത്യത്തിലൂടെ എനിക്ക് പഠിക്കാൻ സാധിക്കും, ഞാൻ എങ്ങനെ അവൻ്റെ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കാൻ എനിക്ക് സാധിക്കുമെന്ന്. ഒരു സാക്ഷ്യമുണ്ട് നമ്മുടെ സഭയിലുള്ളത്. ഒരാളുടെ ഒരു സ്വർണത്തിൻ്റെ മോതിരം കാണാതെ പോയി. അവരൊന്നും പറഞ്ഞില്ല, അവർ വിശ്രമത്തോടെ ഉറങ്ങുവാനിടയായി. 15 ദിവസത്തിന് ശേഷം അത് അവർക്ക് തിരിച്ചു ലഭിക്കുവാനിടയായി. നമുക്ക് മുന്നോട്ട് വായിക്കാം. 43 വാക്യം മുതൽ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. എന്നെ അയച്ച് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. നിങ്ങൾക്കറിയാമോ, ഇതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള ഈ ശബ്ദത്തിൻ്റെ അർത്ഥം ഞാൻ തിരഞ്ഞു, ആകർഷിച്ചിട്ടല്ലാതെ എന്നുള്ളതിൻ്റെ. നമുക്ക് കാണാൻ സാധിക്കും, ഒരു വണ്ടി മറ്റൊരു വണ്ടിയെ അതിനോട് കൂടെ വലിച്ചു കൊണ്ട് പോകുന്നത്. ആ മുന്നിലുള്ള വണ്ടി അത് വളരെ ശക്തിയോടെ ആ സഞ്ചരിക്കാത്ത വണ്ടിയെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനാണ് പറയുന്നത് ആത്മാവിനനുസരിച്ച് സഞ്ചരിക്കുക, ആകർഷിക്കുക. നമ്മൾ തന്നെത്താനല്ല സഞ്ചരിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. യേശു പറയുകയാണ്, എൻ്റെ അടുത്തേക്ക് ആർക്കും പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും വരാൻ സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ, നമുക്ക് ആളുകളുടെ ഹൃദയത്തിൽ വചനം വിതയ്ക്കാൻ സാധിക്കും, പക്ഷെ പിതാവാണ് അവരിലേക്ക് ആകർഷിക്കുന്നത്. ആരും പിതാവ് ആകർഷിക്കാതെ നിങ്ങളിലേക്ക് എത്താൻ ആർക്കും സാധിക്കുകയില്ല. നിങ്ങൾക്കറിയാമോ, ഇന്ന് സഭയിലുള്ളവരെല്ലാം, ഇന്ന് സഭയിൽ അവർ വരാൻ സാധിച്ചത്, ഒരു വിത്ത് ഞാൻ വിതച്ചു. ആ വിത്തായിരുന്നു ഒരു സ്വർഗീയ പിതാവുണ്ട്, നിങ്ങളെ വളരെ സ്നേഹിക്കുന്നവൻ. ആ നഷ്ടപ്പെട്ടു പോയ പുത്രന്മാർ അവരുടെ പിതാവിന്റെ ശബ്ദം കേട്ടിട്ട് അവർ തിരിച്ച് ഭവനത്തിലേക്ക് വരികയാണ്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും. മുന്നോട്ട് നമുക്ക് വായിക്കാം. 57 വാക്യം. ജീവനുള്ള പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവിന് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നമ്മൾ നേരത്തെയും വചനത്തിൽ വായിച്ചു. യേശു പറയുകയാണ്, പിതാവിൽ ജീവനുണ്ട് എന്ന്. ആ ജീവൻ പുത്രനിലുമുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം എവിടെ നിന്നാണ് വരുന്നത്? അത് പിതാവിൽ നിന്നാണ് വരുന്നത്. എനിക്കും നിങ്ങൾക്കും ജീവൻ വരുന്നത് പിതാവിൽ നിന്നാണ്. യേശു ക്രിസ്തുവിൽ അത് മറഞ്ഞിരിക്കുന്നു. ആ ഐക്യവും അത് ഈ ചിന്തയിലൂടെയാണ് ഞാനും പിതാവും ഇപ്പോൾ ഒന്നാണ് എന്നുള്ളതിൽ. എൻ്റെ ജീവിതം അത് യേശു ക്രിസ്തുവിലാണ്. ഞാൻ എപ്പോഴും ഈ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ ഞാൻ ആ പിതൃത്വത്തിലാണ് സഞ്ചരിക്കുന്നത്. അതിൽ അവൻ എന്നെ അവൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു. മുന്നോട്ട് നമുക്ക് വായിക്കാം. 61 വചനം മുതൽ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, യേശു ക്രിസ്തു കർത്തൃമേശയെക്കുറിച്ച് പറയുകയാണ് ശിഷ്യന്മാരോട്. അവൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിനെ കുറിച്ച്, അവൻ്റെ രക്തം വാസ്തവ സാക്ഷാൽ പാനീയമാണെന്നുള്ള കാര്യം. ഇത് കേട്ടിട്ട് ആളുകൾ പിറുപിറുക്കാൻ തുടങ്ങുകയാണ്. അവരുടെ ഹൃദയം അറിഞ്ഞിട്ട് യേശു ക്രിസ്തു പറയുകയാണ്, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അത് സമൃദ്ധിയായ ജീവനാണ്. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു. ആർക്കും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല, പിതാവ് അവരെ ആകർഷിച്ചിട്ടല്ലാതെ. എല്ലാ വചനങ്ങളും നമ്മളിവിടെ വായിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിലും യേശു ക്രിസ്തു വർണ്ണിക്കുകയാണ് അവനിൽ പിതാവുണ്ട് എന്ന്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ പിതൃത്വത്തിലാണ്. എൻ്റെ പിതാവ് എപ്പോഴും എന്നോട് കൂടെയുണ്ട്. എല്ലാ സമയത്തും അവൻ ഈ ചിന്തയിലും ഈ അറിവിലുമായിരുന്നു അവൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. മുന്നോട്ട് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേത് അത്രേ.
25 വാക്യം മുതൽ, യെരൂശലേമിൽ ചിലർ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ? അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ. അവർ അവനോടൊന്നും പറയുന്നില്ല. ഇവൻ ക്രിസ്തു ആകുന്നുവെന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ? എങ്കിലും ഇവൻ എവിടെ നിന്ന് നാം അറിയുന്നു. ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് എന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞു. ആകയാൽ യേശു ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു. ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ പിതാവിനെ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവന്റെ അടുത്ത് നിന്ന് വന്നവനാണ്. അവനാണ് എന്നെ അയച്ചത്, പിതാവാണ് എന്നെ അയച്ചത്. ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. ഇവിടെ നോക്കുക, എന്താണ് എഴുതിയിരിക്കുന്നത്? എങ്കിലും അവന്റെ നാഴിക വന്നിട്ടില്ലായികയാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല. വാവ്, എത്ര വലിയ അധികാരത്തോടെയാണ് യേശു സഞ്ചരിച്ചത്. നിങ്ങൾക്കറിയാമോ, ഒന്നിനും നിങ്ങളെ തൊടാൻ സാധിക്കുകയില്ല. അങ്ങനെ തോന്നാം, മറ്റുള്ള കാര്യങ്ങൾ, സാഹചര്യങ്ങൾ, അവരുടെ അടുത്ത് നിയന്ത്രണമുണ്ട് എന്ന്. പക്ഷെ അല്ല, എപ്പോഴും പുത്രനാണ്, അവന്റെ കയ്യിലായിരിക്കും അധികാരമുള്ളത്. നമുക്ക് ജീവിതത്തിൽ തോന്നാം സാഹചര്യങ്ങൾ നമ്മുടെ മുകളിൽ അധികാരം വെക്കുന്നുവെന്ന്. പക്ഷെ ഇതല്ല സത്യം. നിങ്ങളാണ് എല്ലാ സാഹചര്യങ്ങളുടെയും മുകളിൽ അധികാരം വെക്കുന്നവർ. നിങ്ങൾക്കറിയാമോ, ആ എല്ലാ കാര്യങ്ങളും മാറുവാനിടയായ ഒരു പുത്രൻ ആഗ്രഹിച്ചപ്പോൾ അവന് ഞായറാഴ്ച ആരാധനയ്ക്ക് വരണമെന്നുള്ളത്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിൽ 13-ാം വാക്യം. പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകയാൽ എന്റെ വിധി സത്യമാകുന്നു. നിങ്ങൾ എന്നോട് കൂടെ ഏറ്റുപറയുക, എന്തുകൊണ്ടെന്നാൽ ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകയാൽ എന്റെ വിധി സത്യമാകുന്നു. ആ ഒരുമ എന്തിലാണ്? ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ആ പിതാവാണ് എപ്പോഴും എന്നോട് കൂടെയുള്ളത്. എത്ര വലിയ വിശ്രമത്തിന്റെ കാര്യമാണ് ഇത്. ഈ വിചാരത്തിൽ, ഈ ചിന്തയിൽ ഉണരുന്നത്, ഞാൻ അവന്റെ പ്രിയ പുത്രനാണ്, ഞാൻ ഒരു പിതൃത്വത്തിലാണ് ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം. 16-ാം വാക്യം. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകിയാൽ എന്റെ വിധി സത്യമാകുന്നു. രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് യേശു പറയുകയാണ്. രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവർ അവനോട്, നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എന്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ പറയുന്നതെല്ലാം അത് എന്റേതല്ല, എന്റെ പിതാവിന്റെയാണ്. ഒരു വ്യത്യാസവുമില്ല. ഇതാണ് ഈ ഒരുമയെ, ഒന്നായിരിക്കുന്ന അവസ്ഥയെ കാണിക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു. അവന്റെ നാഴിക, പിന്നെ എവിടെ എഴുതിയിരിക്കുകയാണ്, അവന്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായതുകൊണ്ട് ആരും അവനെ പിടിച്ചില്ല. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തു ഇതെല്ലാം പറയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, അവനെ പിടിക്കാൻ ആഗ്രഹിച്ചിരുന്നവർ, അവനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നവർ. ഒരു സമയം വന്നു, പുരുഷാരം അവനെ മലയുടെ മുകളിൽ നിന്ന് താഴെ തള്ളിയിടാൻ വരെ ആഗ്രഹിച്ചു. ആളുകൾക്ക് തോന്നാം മറ്റുള്ളവരുടെ കയ്യിൽ അധികാരമുണ്ട് എന്ന്. പക്ഷെ യേശുവിന്റെ മുകളില്, പക്ഷെ നിങ്ങൾക്കറിയാമോ, എപ്പോഴും അധികാരം ദൈവത്തിന്റെ കയ്യിലാണ്. എല്ലാം അവനിലൂടെ, അവന് വേണ്ടി അവന് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാം അവനെ അനുസരിക്കുവാനിടയാകും. അതുപോലെ എല്ലാ സാഹചര്യങ്ങളും യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ കാലിന് കീഴെയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 21-ാം വാക്യം മുതൽ. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് പക്ഷെ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേളിൽ നിന്നുള്ളവൻ. ഞാനും നിങ്ങളും ഇപ്പോൾ എവിടെ നിന്നുള്ളവരാണ്? ഞാനും നിങ്ങളും മുകളിൽ നിന്നുള്ളവരാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്. എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അവനോട് കേട്ടത് തന്നെ, ആരോട്? പിതാവിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാ
കാര്യങ്ങൾ സംസാരവും യേശു പറയുമ്പോൾ അവൻ എന്താണ് അവിടെ കാണിക്കുന്നത്? ഞാൻ മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, ആ പിതാവാണ് എന്നോട് കൂടെയുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ യേശുവിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു പരിപൂർണനായ പുത്രൻ? അവനെ മനസ്സിലാക്കാൻ സാധിക്കും പിതാവായ ദൈവം എപ്പോഴും അവനോട് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം. അവനെ അറിയാൻ സാധിക്കും അവൻ്റെ സ്വർഗീയ പിതാവ് അവനെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളത്. 327 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറയുന്നതെന്ന് അവർ ഗ്രഹിച്ചില്ല. ആകയാൽ യേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നുവെന്നും അറിയും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ അവൻ എന്നെ ഒറ്റയ്ക്ക് അയച്ചിട്ടില്ല. ഇവിടെ നോക്കുക, എന്നെ അയച്ചവൻ പിതാവാണ് എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിശ്വസിക്കും നമ്മൾ തോറ്റു പോവുകയാണ്, അല്ലെ നമ്മൾ പ്രശ്നത്തിലാണ് എന്ന്. അതെന്തുകൊണ്ടെന്നാൽ നമ്മൾ മറന്നു പോകുന്നു നമ്മൾ ആരുടേതാണ് എന്ന്. നിങ്ങൾ എപ്പോഴും ഇത് അറിയുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, പിതാവ് എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ സാഹചര്യങ്ങളും നിങ്ങളെ തന്നെ വിജയാളിയേക്കാൾ മുകളിലായി കാണാൻ സാധിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇന്ത്യയിൽ തിരിച്ചു വന്നപ്പോൾ ഞാനൊരു ചർച്ചിലിൻ്റെ ഇടയിൽ പോകാനിടയായി. ആ ചർച്ചിൽ എന്നെ ഒരു സ്ഥലത്തേക്ക് വരാൻ അവർ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഒരു പ്രവാചകൻ അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവരുടെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ വിചാരിച്ചു അവരുടെ അടുത്ത് പോകേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അവർ നിന്നോട് പറയും സ്വർഗീയ പിതാവ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഞാൻ ആ സമയത്ത് ഇതായിരുന്നു ചിന്തിച്ചത്, എനിക്ക് അവിടെ പോകേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ആ പുറത്തുനിന്നുള്ളൊരു ശബ്ദം കേൾക്കേണ്ട ആവശ്യം എന്താണ്? പിതാവ് എപ്പോഴും എന്നോട് കൂടെയുണ്ട്. അവൻ അത് പുറത്തുനിന്ന് അകത്തേക്കാണോ അതോ എൻ്റെ അകത്തു നിന്ന് അത് പുറത്തേക്കാണോ വരുന്നത്? ഞാൻ ആ ചിന്തകൾക്ക് ശേഷവും ഞാൻ അവിടെ പോകാനിടയായി. ഞാൻ അവിടെ ആയിരുന്നപ്പോഴും ഞാൻ ഇതേ കാര്യം തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് എന്നെക്കുറിച്ച് വേറൊരാളോട് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ആ കാര്യം എന്നോട് പറയുന്നില്ല? എനിക്ക് തോന്നി സ്വർഗീയ പിതാവുമായിട്ട് ഞാൻ വളരെ ദൂരെയാണെന്ന്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, സ്വർഗീയ പിതാവ്, ഞാൻ ഒരു മനുഷ്യനിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു എന്നെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും വചനം കിട്ടുകയാണെങ്കിൽ അത് എൻ്റെയും പിതാവിൻ്റെയും അടുപ്പത്തെയല്ല, ദൂരത്തെയാണ് അവിടെ കാണിക്കുന്നത്. ആ മീറ്റിങ്ങിന് ശേഷം എല്ലാവർക്കും വേണ്ടി ആ ആളുടെ അടുത്ത് വചനം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒന്നും പറയാനില്ലായിരുന്നു. എല്ലാവരും മീറ്റിങ്ങിന് ശേഷം എല്ലാവരും വന്നിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട, ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ, ചിലർക്ക് വേണ്ടി പറയത്തില്ല. പക്ഷെ അകത്ത് ഞാൻ വളരെ സന്തോഷിച്ചു. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാമായിരുന്നു എൻ്റെ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് പിതാവാണ് എന്നോട് പറയുന്നത്, പിതാവാണ് എന്നെ പ്രകടിപ്പിക്കുന്നത്. ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്നപ്പോൾ ഞാൻ കാണുവാനിടെ ചർച്ചുകളിൽ ആളുകൾ ഇവിടെ അവിടെ ഓടുന്നു. ആ പ്രശ്നത്തെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് പ്രവാചകനാണെങ്കിലും പാസ്റ്റർ ആണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും പിതാവ് ഒന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ സ്ഥലം പ്രിയപുത്രൻ്റെതായിട്ടുള്ളത് അത് നിങ്ങൾ വേറെ ആർക്കും കൊടുക്കാതിരിക്കുക. പ്രിയപുത്രൻ അവൻ ഒരിക്കലും മനുഷ്യന്റെ പുറകെ ഓടുകയില്ല. അവൻ എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും നേരെ അവന്റെ പിതാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ അവനറിയാം അവന്റെ പിതാവിൽ നിന്ന് അവനെല്ലാം ലഭിക്കുമെന്ന്. നിങ്ങൾക്കറിയാമോ എന്താണ് കാരണം നിങ്ങൾ പിതാവിൽ നിന്ന് പ്രാപിക്കുന്നതിൻ്റെ? അതിതാണ്, നിങ്ങൾ അവന്റെ പ്രിയപുത്രനാണ് എന്നുള്ളത്. ആരുടെ പ്രിയപുത്രനാണ്? നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്രിയപുത്രനാണോ? അല്ല, സ്വർഗീയ പിതാവിന്റെ പ്രിയപുത്രൻ. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. 29 വാക്യം, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. എത്ര അത്ഭുതകരമായ കാര്യമാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശു ക്രിസ്തു ഈ ചിന്തയിലായിരുന്നു എപ്പോഴും. അവനറിയാമായിരുന്നു പിതാവ് അവനെ ഒരിക്കലും ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല എന്ന്. അവനെപ്പോഴും ഈ അറിവുണ്ടായിരുന്നു, അവൻ ഒറ്റയ്ക്കല്ല, പിതാവ് അവനോട് കൂടെയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ക്രൂശിൽ മാത്രം യേശു ഇക്കാര്യം പറയുവാനിടയായി, പിതാവെ അങ്ങനെ കൈവിട്ടത് എന്താന്ന്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏത് സമയത്തും എപ്പോഴും അവന് ഈ അറിവിലായിരുന്നു പിതാവ് എപ്പോഴും അവനോട് കൂടെയുണ്ട് എന്നുള്ളത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 54 വാക്യത്തിൽ, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങളെ തലയാക്കുന്നത് മനുഷ്യരല്ല, അത് നിങ്ങളുടെ പിതാവാണ്. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ മഹത്വം അന്വേഷിക്കാതിരിക്കുക, നിങ്ങൾ പിതാവിനെ അനുവദിക്കുക. അവൻ ആണ് നിങ്ങളെ മഹത്വപ്പെടുത്തുന്നത്, അവൻ നിങ്ങളെ തലയാക്കും.
നമ്മൾക്ക് കാണുവാൻ സാധിക്കും, മിസ്രയീമിൽ നിന്ന് ഇസ്രയേലിനെ വിടുവിക്കാൻ വേണ്ടി മോശ അയച്ചപ്പോൾ ആ ചെങ്കടലിനെ രണ്ടാക്കിയപ്പോൾ എന്തൊക്കെ പിതാവ് അത്ഭുതങ്ങൾ അവിടെ ചെയ്തോ, അതെല്ലാം ഇത് കാണിക്കാൻ വേണ്ടി തന്നെ ഈ ആളുകൾ എൻ്റേതാണ് എന്ന്. നിങ്ങൾ പിതാവിനെ അനുവദിക്കുക നിങ്ങളെ മഹത്വപ്പെടുത്തുവാൻ, നിങ്ങളെ തലയാക്കുവാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുവാനിടയായി. ഞാൻ UK പോയപ്പോൾ അവിടെ പ്രൈം മിനിസ്റ്ററെ കണ്ടപ്പോഴും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അതിൽ പിതാവായിരുന്നു എന്നെ തലയാക്കിയത്. അവിടെ നിങ്ങൾക്കറിയാമോ, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതിനു മുമ്പ് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ വിശ്വാസത്തോടു കൂടെ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നിയവരായി ആവണമെന്ന്. നിങ്ങൾക്കറിയാമോ, ഒരു പുത്രൻ ഇത് അറിയുന്നത് അവന്റെ സ്വർഗീയ പിതാവ് അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത്. അതിൽ അവൻ വേരൊന്നിരിക്കുമ്പോൾ പിന്നെ സ്വർഗീയ പിതാവ് ആ അത്ഭുതകരമായ കാര്യങ്ങളെ അവരുടെ ജീവിതത്തിൽ കാണിക്കാൻ തുടങ്ങും. അതിനവൻ ഒരുങ്ങുവാനിടയാകും. അവന് അറിയാം, ഈ പുത്രൻ അവൻ അറിയുന്നു ഞാൻ അവനെ എത്ര അധികം സ്നേഹിക്കുന്നുവെന്ന്. ഇപ്പോൾ ഞാൻ അവനെ ആ സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുകയില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. ഒന്നും നിങ്ങളുടെ പ്രാണനെ എടുക്കാനില്ല. വെളിപ്പാടിൽ എഴുതിയിരിക്കുകയാണ്, നരകത്തിന്റെ ചാവി, താക്കോൽ അവന്റെ കയ്യിലാണ്. ഇപ്പോൾ മരണം എൻ്റെ കാലിന്റെ കീഴിലാണ്. ഒന്നും നിങ്ങളുടെ പ്രാണനെ ഹാനി വരുത്തുവാൻ സാധിക്കുകയില്ല. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആരുടെ അടുത്തു നിന്നാണ് ഈ കൽപ്പന ലഭിച്ചിരിക്കുന്നത്? എൻ്റെ പിതാവിങ്കിൽ നിന്ന്. യേശു ക്രിസ്തു ആരുമായിട്ടായിരുന്നു ബന്ധത്തിലായിരുന്നത്? എന്താണ് നമ്മൾ വചനത്തിൽ നിന്ന് കാണുന്നത്? പിതാവുമായിട്ട്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ആരുമായിട്ടാണ് ബന്ധം വെക്കേണ്ടത്? നമ്മുടെ ഈ ലോകത്തിലെ മാതാപിതാക്കളോടോ കൂട്ടുകാരോടോ ആണോ? അല്ല, നമ്മുടെ സ്വർഗീയ പിതാവുമായിട്ട്. നിങ്ങളുടെ ബന്ധം സ്വർഗീയ പിതാവുമായി ഉറച്ചിരിക്കുകയാണ് എങ്കിൽ മറ്റുള്ള ഒരു ബന്ധത്തിൽ നിന്നും ഒരു ആവശ്യവും നിങ്ങൾക്ക് വരികയില്ല. എല്ലാ ബന്ധങ്ങളിലും പക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ജീവൻ നൽകുന്ന ഒരു ആത്മാവായി തീരും. എന്തുകൊണ്ടെന്നാൽ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കുന്നത് അത് ഒരേ ഒരു ബന്ധത്തിലൂടെ ആയിരിക്കും, ഒരാളിൽ നിന്നായിരിക്കും. അത് നിങ്ങളുടെ സ്വർഗീയ പിതാവിൽ നിന്നായിരിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. 25-ാം വാക്യം മുതൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകളുടെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്നെയും നിങ്ങളെയും പിതാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ സാധിക്കുകയില്ല. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒന്നായിരിക്കുന്ന അവസ്ഥയെ? എങ്ങനെയാണ് രണ്ടുപേർ ഒന്നായിരിക്കുന്നത് എന്ന്? ആ ഒന്നാകുക എന്നുള്ളത് ആ ചിന്തയിലാണ്. അവൻ അറിയുന്നു, ഞാൻ അവന്റെ പ്രിയ പുത്രനാണ്, ഞാൻ ഒറ്റയ്ക്കല്ല ഒരിക്കലും, എൻ്റെ പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതിൽ. നിങ്ങൾക്കറിയാമോ, ദാവീദും യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ദാവീദല്ല പോയത്, ആ ഒരു പ്രിയനായിട്ടുള്ള ദൈവപിതാവിന്റെ ദൈവപിതാവ് സ്നേഹിക്കുന്ന ഒരാളാണ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ പോയത്. ഒരു അനാഥനായ പുത്രന് തോന്നും അവൻ ഒറ്റയ്ക്കാണ്, അവന് യുദ്ധത്തിന് ഒറ്റയ്ക്ക് പോകുന്നുവെന്ന്. പക്ഷേ അവന്റെ പ്രിയ പുത്രന് അവനറിയാം അവന്റെ പിതാവ് എപ്പോഴും അവനെ എത്രയധികം സ്നേഹിക്കുന്നുവെന്ന്. ഇന്ന് നിങ്ങൾ ആ ഒരു ജോലി തപ്പാൻ ഒരു പ്രിയപുത്രൻ പോകുന്നുവെങ്കിൽ ആർക്കാണ് ആ ജോലി ലഭിക്കുന്നത്? അവന്റെ പ്രിയപുത്രന് തന്നെയായിരിക്കും അത് ലഭിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ക്യാൻസറിന്റെ റിപ്പോർട്ടും ആ പ്രിയപുത്രന്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ ഇടയാകും. വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2:20 എഴുതിയിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവത്ര എന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നിങ്ങൾ ആ ചിന്തയിലായിരിക്കുമ്പോൾ യേശു ക്രിസ്തു ആ ഇച്ഛകളെ നിങ്ങളുടെ അകത്തുണ്ടാക്കുവാനിടയാകും. ഇപ്പോൾ ഞാനും എൻ്റെയും ക്രിസ്തുവിൻ്റെയും മനസ്സ് ഒന്നായിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിച്ചു. അതൊരു ആ സമയത്തൊരു ആളുകൾക്ക് തോന്നുമായിരുന്നു, ഇന്ത്യയിലായിരിക്കുമ്പോൾ നിങ്ങൾ അമ്മയോടും അപ്പനോടും കൂടെ ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ അവരുടെ കൂടെ താമസിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഇത്. പക്ഷെ ഞാൻ ആത്മാവിൽ നിറവിലായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു, ഞാൻ ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി താമസിക്കണമെന്ന്. ഞാൻ ആ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപാട് വീടുകൾ നോക്കി എനിക്ക് വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുമായിരുന്നു, ചിലപ്പോൾ ഇത് ദൈവപിതാവിൻ്റെ ഇഷ്ടമല്ലായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നത്. പക്ഷേ ഞാൻ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഫ്ലാറ്റ് ലഭിക്കുവാനിടയായി.
അതൊരു നല്ല സ്ഥലത്തായിരുന്നു. അതിൻ്റെ റെൻറ്റും ഒത്തിരി കൂടുതലായിരുന്നു. ആ സ്ഥലത്തിന് വേണ്ടി എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വർഷത്തിൽ ഒന്ന് മാത്രമേ വരത്തുള്ളൂ, കാരണം നിന്റെ വീട് എന്ന് പറയുന്നത് 4-ാമത്തെ ഫ്ലോറിലാണ്, ലിഫ്റ്റും ഇല്ല അവിടെ. പക്ഷേ ഞാൻ ആ സ്ഥലം ഫൈനലാക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സ്ഥലം കൂടി എൻ്റെ മുമ്പിലേക്ക് വരുവാനിടയായി. എനിക്കെപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു ചിന്ത. ആ, എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ എപ്പോഴെങ്കിലും ഒരു സ്ഥലത്തേക്ക് താമസിക്കാൻ പോയാൽ അവിടെ എനിക്കൊരു ബാത്ത് ടബ് വേണം. അങ്ങനെ നല്ല ഒരു, ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുണ്ട്, ഞാൻ എപ്പോഴും ഹൈൻ മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും മുകളിലുള്ളവൻ സ്വർഗീയ പിതാവ്, അവനാണ് എന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ ആ സ്ഥലം കണ്ടപ്പോൾ ഞാൻ OLX എനിക്ക് തോന്നി അതിൻ്റെ റെൻറ്റ് വളരെ കൂടുതലായിരിക്കുമെന്ന്. അതിങ്ങനെ മനസ്സിൽ ഞാൻ ചിന്തിക്കുവാനിടയായി. ഒരു ദിവസത്തിന് മുമ്പ് ഞാൻ എൻ്റെ മറ്റേ വീടിനെ ഫൈനലാക്കുന്നതിന് മുമ്പ് ഈ സ്ഥലം എൻ്റെ മുമ്പിലേക്ക് വരുവാനിടയായി. എനിക്ക് തോന്നി ഒന്ന് പോയി നോക്കാമെന്ന്. ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചു, അവിടെ റെൻ്റ് എത്രയുണ്ടോ അതിനനുസരിച്ച് ആ വീട്ടിൽ കാണാൻ പോയപ്പോൾ ഏറ്റവും വലിയ വീട് എനിക്ക് കണ്ടത് ഇതായിരുന്നു. ഞാൻ എപ്പോഴും അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ആഗ്രഹിച്ചത്, ഖാലിയായിട്ടുള്ളത്. അവിടെ ഞാൻ തന്നെ പോയി അവിടെ എല്ലാ ഒരുക്കങ്ങളും ചെയ്യണമെന്നുള്ളത്. ആ സ്ഥലം അങ്ങനെ തന്നെയായിരുന്നു. അത് മൊത്തം കാലിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. നിങ്ങൾക്കറിയാമോ, സ്വർഗീയ പിതാവ് അവൻ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ അവൻ പൂർത്തീകരിക്കും. മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ. ചിന്തിച്ചു നോക്കുക, വേറെ ആരെങ്കിലും അവിടെ താമസിക്കാൻ വന്നിരുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത് ഏറ്റവും നല്ല സ്ഥലമായിരിക്കില്ല. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു പിതാവ് എന്നെ കാണിക്കുകയായിരുന്നു. ഞാൻ ആ വീടിൻ്റെ വാഷ്റൂമിൻ്റെ കതക് തുറന്നപ്പോൾ ഞാൻ അവിടെ എന്ത് കണ്ടു എന്നോ, അവിടെ ഒരു ബാത്ത് ടബ് കാണുവാനിടയായി. ഞാൻ സത്യമായി പറയുകയാണ്, ഞാൻ ആ സമയത്ത് അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഞാൻ 2 ആഴ്ചയായിട്ട് ഞാനൊരു വീട് തപ്പുകയായിരുന്നു. ആ കാര്യങ്ങളുടെ പുറകെ, പിതാവിൽ നിന്നല്ലാത്തതിൻ്റെ പുറകെ ഓടുകയായിരുന്നു. ഈ സ്ഥലം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കുവാൻ സാധിച്ചു, ഇത് സ്വർഗീയ പിതാവിൽ നിന്നുള്ളതാണ്. അതിനുശേഷം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു, എന്നെക്കുറിച്ചുള്ളതെല്ലാം അത് എൻ്റേതല്ല, അത് യേശുവാണ് എൻ്റെ അകത്ത് ജീവിക്കുന്നത്. അത് എൻ്റെ ആഗ്രഹമല്ല ഞാൻ പുറത്ത് വന്ന് താമസിക്കണമെന്നുള്ളത്, യേശുവാണ് എൻ്റെ ഉള്ളിൽ ആ ആഗ്രഹം തന്നത്. സത്യത്തിൽ എനിക്കിത് തോന്നുവാനിടയായി, ഞാൻ എത്രയധികം പ്രിയയാണ് എൻ്റെ പിതാവിന് വേണ്ടിയെന്ന്. അതിനുശേഷം ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ ഞാൻ ആ വീടിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇത്രയധികം പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്? നിങ്ങളുടെ വീടല്ല, നിങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്, എന്തിനാണ് ഇത്രയധികം പൈസ ഇവിടെ ചെലവാക്കുന്നത്? ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ താമസിക്കാൻ പോവുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്നു അത് ഏറ്റവും നല്ല ഓർമ്മകൾ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാക്കണമെന്ന്. എൻ്റെ ശേഷം ആരെങ്കിലും താമസിക്കാൻ വന്നാൽ അവർക്ക് നേരത്തേലും അധികം സുന്ദരമായിട്ട് ഇത് ലഭിക്കും. എത്ര നല്ലതായിരിക്കും അത്! നിങ്ങൾക്കറിയാം, ഒരു പുത്രൻ ഒരിക്കലും കുറവുള്ള ഒരു ചിന്തഗതിയുമായിട്ടായിരിക്കില്ല ജീവിക്കുന്നത്. അവർ ജീവൻ കൊടുക്കുന്ന ആത്മാവാണ്. നിങ്ങൾക്ക് ശേഷം അവിടെ ആര് വന്നാലും അവർ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടും. ഞാൻ അവിടെ റിനോവേഷൻ ചെയ്തു. അതിൻ്റെ ഓണറിന് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ എൻ്റെ പേര് മറ്റുള്ളവർക്കും കൊടുക്കുവാനിടയായി. ഞാൻ വേറൊരാളുടെ വീട് ചെയ്തപ്പോൾ അവർക്കും ഇത്രയധികം ഇഷ്ടപ്പെട്ടു. അവർ എന്നെ 3-ാമത്തെ ആളോട് എന്നെക്കുറിച്ച് പറഞ്ഞു, അവരെന്നെ വിളിച്ചു. അങ്ങനെ അങ്ങനെ ചെയ്ത് ഞാൻ ഇതിൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഡിസൈനിൻ്റെ ബിസിനസ് തുടങ്ങുവാനിടയായി. ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടെ ഞാൻ വേറൊരാളെ വേണ്ടി അനുഗ്രഹമായി തീരണമെന്ന് ആഗ്രഹിച്ചു. നിങ്ങൾക്കറിയാമോ, ഞാൻ അങ്ങനെയുള്ള ചിന്തയോടെ അത് ചെയ്തപ്പോൾ ഞാൻ 10 ഇരട്ടി അധികം ഞാൻ ആ ധനം എൻ്റെ അടുത്ത് തിരിച്ചു വരുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ജീവന്റെ വൃക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നിടത്തോളം എല്ലാ കാര്യങ്ങളും, അത് ധനമാണെങ്കിലും നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന്, ആ ധനം അത് എപ്പോഴും വളർച്ചയിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ അതൊരു വിത്ത് പോലെയാണ്. നിങ്ങൾക്കറിയാമോ, ഞാനും നിങ്ങളും ആ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ മായി ബന്ധപ്പെട്ടിരിക്കുകയല്ല, അതിൻ്റെ ഫലം മരണമാണ്, പാപവുമാണ്. ഞാനും നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ജീവന്റെ വൃക്ഷത്തിനകത്താണ്. ഇപ്പോൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമം ഇപ്പോൾ എന്നിൽ പ്രവർത്തിക്കുകയില്ല. ആ ജീവന്റെ നിയമമാണ്, അതിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പുത്രൻ ചെയ്യുന്നതിൽ ജീവൻ മാത്രമേ അവന് കാണാൻ സാധിക്കൂ. നിങ്ങൾ അത് ആരോട് സംസാരിക്കുകയാണെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, ഒരു പ്രിയ പുത്രൻ ചെയ്യുന്നത് അതിലവന് കാണാൻ സാധിക്കുന്നത് ഒരു ജീവന്റെ നിയമമായിരിക്കും, അതവനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ വീട് ലഭിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ചിലപ്പോൾ ഇത് ദൈവപിതാവിൽ നിന്നുള്ളതല്ല. ഞാൻ 2 മനസ്സോടെ ആയിരുന്നു എപ്പോഴും. ആ വീട് എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുവാൻ സാധിച്ചു, യേശുക്രിസ്തുവാണ് എപ്പോഴും എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത്. അവൻ്റെ ഇഷ്ടമാണ്
ഇത് ഞാൻ അവനെ എന്നോട് കൂടെ രണ്ടായിരിക്കുന്നവരെ ഒന്നായിട്ടുള്ള അവസ്ഥയിൽ കണ്ടു. ഈ കാര്യം നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവാണ് നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നത്. ഈ ചിന്തയിൽ നിങ്ങൾ എപ്പോഴും നിലനിൽക്കുക. ഞാനും എൻ്റെ പിതാവും ഇപ്പോൾ ഒന്നാണ്. ഇവിടെ നമ്മൾ വചനത്തിൽ വായിച്ചപ്പോൾ എഴുതിയിരിക്കുകയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. മുന്നോട്ട് വചനത്തെ നമുക്ക് വായിക്കാം. എഴുതിയിരിക്കുകയാണ്, യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവർത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കും നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നതെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ ദേവന്മാർ ആകുന്നുവെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിരിക്കുന്നവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലുമെന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. നോക്കൂ, വചനം എങ്ങനെയാണ് പറയുന്നത്? യേശുക്രിസ്തു പറയുകയാണ്, പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണ് എന്ന്. ഞാനും നിങ്ങളും വിശ്രമത്തിലായിരിക്കാൻ സാധിക്കും ഇത് അറിഞ്ഞതുകൊണ്ട്. ഞാനും പിതാവ് ഇപ്പോൾ ഒന്നാണെന്നുള്ളത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ലു നീക്കി. ഇവിടെ നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും, യേശുക്രിസ്തു ലാസറിന്റെ കല്ലറയുടെ അടുത്തായിരുന്നപ്പോൾ മാർത്തയും മറിയയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ വിശ്വസിക്കുന്നില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, മുഴുവൻ ലോകവും എന്തെങ്കിലും ഒന്നിനെ അത് ചെയ്യുന്നുവെങ്കിൽ അത് ശരിയാണോന്നില്ല. അവിടെ എല്ലാവരും കരയുകയായിരുന്നു. പക്ഷെ യേശുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. യേശു ആഗ്രഹിച്ചു ആളുകൾ വിശ്രമത്തിലായിരിക്കണമെന്ന്. യേശു മുന്നോട്ട് എന്താണ് ചെയ്തത്? ഇവിടെ നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും, മരിച്ച ഒരാളെ ജീവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവൻ ആ ബന്ധം അവിടെ ആദ്യം ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ആരുടെ പ്രാർത്ഥനയാണ് എപ്പോഴും കേൾക്കുന്നത്? അത് പുത്രൻ്റെതാണ്. ആ പുത്രൻ, അറിയുന്ന പുത്രൻ അവന്റെ പ്രിയ പുത്രനാണെന്നുള്ള അറിവിലായിരിക്കുന്നവന്റെ. അവിടെ മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എങ്കിലും നീ എന്നെ അയച്ചു വന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. നിങ്ങൾക്കറിയാം, പുനരുദ്ധാന ജീവൻ ലാസറിനോട് പറയുന്നതിന് മുമ്പ് യേശു അറിഞ്ഞിരുന്നു പിതാവും അവനും ഒന്നാണ് എന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 49-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പിതാവും യേശുവിൻ്റെയും ബന്ധത്തെക്കുറിച്ച്. അവർ രണ്ടുപേരും എങ്ങനെയാണ് ഒന്നായിരിക്കുന്നതെന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 3. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം വളർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ആ പുത്രന് മാത്രമേ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ സാധിക്കുകയുള്ളൂ. പിതാവും അവനും ഒന്നാണ് എന്നും ആ പിതാവ് അവനോട് കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് അവർക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങൾ ഈ ചിന്തയിൽ പരിപൂർണരാകുമ്പോൾ, നിങ്ങൾ ഈ ചിന്തയിൽ സമാധാനത്തിലായിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പോയിട്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ സാധിക്കൂ. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നിന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. നിങ്ങൾക്കറിയാമോ, യേശു ഒറ്റയ്ക്കായിരുന്നില്ല. ഞാനും നിങ്ങളും ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഇപ്പോൾ ഞാനും നിങ്ങളും അനാഥരല്ല. ഞാനും നിങ്ങളും ആ പിതൃത്വത്തിലാണ്. എൻ്റെയും നിങ്ങളുടെയും
പ്രവൃത്തി ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ ആ ചിന്തയിൽ ജീവിക്കണം. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 12-ാം വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ യേശുക്രിസ്തു പറയുകയാണ് 18-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങൾക്കറിയാമോ, ഇവിടെ യേശു അവരോടാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഹൃദയം, അവർ ചിന്തിക്കുകയാണ് ഞങ്ങൾ അനാഥരാണ് എന്ന്. പലപ്പോഴും നിങ്ങൾക്കും തോന്നാം നിങ്ങൾ അനാഥരാണ് എന്ന്. ഞാൻ ഒരുപാട് ആളുകളോട് ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാകാറില്ല, ഇവരെന്താണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒറ്റയ്ക്കായി കാണുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ ശരീരത്തിലാണ് കാണുന്നത്. ഞാനും നിങ്ങളും ഒരിക്കലും ഒറ്റയ്ക്കല്ല. പിതാവ് എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. ഇതാണ് സത്യം. നമ്മൾ ആ വിശ്രമത്തിന്റെ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കുറഞ്ഞു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങളെന്നറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഒരു സ്ഥലത്ത് വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ഞങ്ങൾ വന്ന് അവരോട് കൂടെ ഒരു ഭവനം ഉണ്ടാക്കുമെന്ന്. നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോഴും പിതാവും യേശു ക്രിസ്തുവും എന്നിൽ ഒന്നായിരിക്കുകയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം, പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. നിങ്ങൾ ആരെങ്കിലും പകയ്ക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം നിങ്ങൾ പിതാവിനെയും പകയ്ക്കുന്നു എന്നാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർ പിതാവിനെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങളെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. മുന്നോട്ട് നമുക്ക് താഴേക്ക് നോക്കാം. 26-ാം വാക്യം, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് സാക്ഷ്യം പറവീൻ. നമ്മൾ വചനത്തിൽ വായിച്ചതുപോലെ യേശു പറയുകയാണ്, നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ആ സമയത്ത് പിതാവ് നിങ്ങൾക്ക് തരും. എന്തുകൊണ്ടാണ്? നിങ്ങൾ എൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. ഞാനൊരു സ്വപ്നം കാണുവാനിടയായി. അതിൽ ഞാൻ കണ്ടു, പിതാവിനോട് പറയുകയാണ്, എൻ്റെ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിതാവാണ്. എനിക്ക് ഇത്രയധികം പ്രിയപുത്രന്മാരുണ്ട്. ആ പ്രിയപുത്രന്മാരുടെ എല്ലാം ഒരേ ഒരു പിതാവാണ് ഞാൻ. അവൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ആളുകളിലും അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാം വ്യക്തിപരമായ ഒരു പിതാവായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം നമുക്ക് വായിക്കാം. അതിന്റെ അവസാനം എഴുതിയിരിക്കുകയാണ്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ. ആ ഒരുമയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 45-ാം വാക്യം. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മാ ശബദ്ധാനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ഈ വാക്യം ആ ക്രൂശിൽ മാത്രമാണ് യേശു പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ മുഴുവൻ ലോകത്തിന്റെയും പാപം, എന്റെയും നിങ്ങളുടെയും പാപം, അതിനെ എല്ലാം അവൻ എടുത്തുകൊണ്ട് അവൻ ആ പാപത്തോടു കൂടെ ഒന്നാവാനിടയായി. അത് ആ ഒരേ ഒരു സ്ഥലമായിരുന്നു ക്രൂശിൽ യേശു ദൈവമേ ദൈവമേ എന്ന് വിളിച്ചത്. അതിനു മുമ്പ് എല്ലായിടത്തും ദൈവത്തെ അവൻ പിതാവേ എന്നാണ് വിളിച്ചത്. അതെന്തുകൊണ്ടായിരുന്നു? എൻ്റെ സ്ഥലം അതാണ് യേശു എടുത്തത്. ഞാനിപ്പോൾ അവനെ പിതാവെന്ന് വിളിക്കാൻ വേണ്ടി. ആ ദൈവ പിതാവുമായി ആ ഒന്നാകുന്ന അവസ്ഥ ഇതാണ്. ഞാൻ ആ ചിന്തയിൽ ജീവിക്കണം, ഞാനും പിതാവും ഇപ്പോൾ എപ്പോഴും ഒന്നാണ് എന്നുള്ള ആ ചിന്തയിൽ നമ്മൾ ജീവിക്കണം. അതിലെനിക്കറിയാം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ ചിന്തയോടുകൂടെ നമുക്ക് ജീവിക്കണം. അതിലെനിക്കറിയാം ഞാനും പിതാവും എപ്പോഴും ഒന്നാണ്. ഞാൻ ആഗ്രഹിക്കുന്നു കൈറ മുന്നോട്ടൊന്ന് വരാം. ഞാനൊരു ഉദാഹരണം തന്ന് ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ ചിന്തയിൽ എപ്പോഴും സഞ്ചരിക്കണം. നിങ്ങൾ ഒരു പിതൃത്വത്തിലാണ്. എപ്പോഴും അറിയുക, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല, പിതാവ് നിങ്ങളോട് കൂടെയുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യേശുവിന് എപ്പോഴും അറിയാമായിരുന്നു അവനൊരിക്കലും ഒറ്റയ്ക്കല്ല എന്ന്. അവനൊരു പിതൃത്വത്തിലായിരുന്നു.
നിങ്ങൾ കണ്ടതുപോലെ എങ്ങനെയാണ് ആ കുഞ്ഞിനെ ഞാൻ എടുത്തപ്പോൾ അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ അതേ രീതിയിൽ പിതാവ് നമ്മളെ കാണുകയാണ്. അവൻ അത് പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ പുത്ര, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിങ്ങൾ ആ പിതൃത്വത്തിലാണ്. യേശു ഈ ലോകത്തിൽ വന്നത് പുറത്തെ ഒരു രൂപം എടുത്തുകൊണ്ട്, എന്തുകൊണ്ടെന്നാൽ യേശു ക്രൂശിൽ പോയി ആ മരണത്തെ നിന്നും വിജയാളിയാവാൻ വേണ്ടി ഉയർത്തെഴുന്നേൽക്കാൻ. ഇപ്പോൾ അവൻ പുറത്തെ രൂപത്തിലല്ല, ഇപ്പോൾ അവൻ എൻ്റെയും നിങ്ങളുടെ അകത്ത് ജീവിക്കുന്നു. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ദൈവം മനുഷ്യരുമായിട്ട് പുറത്തുള്ള രീതിയിൽ ഒരു ബന്ധത്തിലായിരുന്നത് എന്ന്. ഇപ്പോൾ ആ ബന്ധം പുറത്തു നിന്നല്ല, അത് ആത്മീയമായി അകത്തു നിന്നുള്ള ഒരു ബന്ധവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ലോകത്ത് പലപ്പോഴും വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ചിന്തിക്കാൻ സാധിക്കും നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ അനാഥരാണ് എന്ന്. പക്ഷെ അത് നിങ്ങളുടെ ചിന്തയിലും വിചാരങ്ങളിലും മാത്രമാണ്. സത്യം ഇതാണ്, സ്വർഗീയ പിതാവ് ഇന്നും നമ്മളെ നോക്കി ഈ കാര്യമാണ് പറയുന്നത്, നീ എൻ്റെ പ്രിയ പുത്രനാണ്, ഞാൻ ഏറ്റവും എനിക്ക് പ്രസാദമുള്ളവൻ. നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പ്രശ്നങ്ങൾ അതോ ഒരാളുടെ അടുത്തേക്കല്ല വരുന്നത്, അത് രണ്ടുപേര് ഒന്നായിരിക്കുന്ന ആളുടെ അടുത്തേക്കാണ് വരുന്നത്, പിതാവും പുത്രനും. എല്ലാ പ്രശ്നങ്ങളും ആ പ്രിയ പുത്രന്റെ മുമ്പിൽ മുട്ടുമടക്കും. ഈ സ്വർഗരാജ്യത്തിൽ നിങ്ങളെ തന്നെ വളരെ അധികാരമുള്ളവനായി ശക്തിയോടെ സഞ്ചരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യം നിങ്ങൾ ഈ ചിന്തയിൽ ഉണരേണ്ടത് ആവശ്യമാണ്, നിങ്ങൾ അവന്റെ പ്രിയ പുത്രനാണ്. ഇപ്പോൾ നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ആ പിതൃത്വത്തിലാണ് സഞ്ചരിക്കുന്നത്. വരൂ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ഇവിടെ നിർത്താം. എനിക്ക് വിശ്വാസമുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരും ഉത്സാഹിപ്പിച്ചുവെന്ന്. ആ സ്ഥാനത്ത് നിലനിൽക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ആ സ്ഥാനം അവന്റെ പ്രിയ പുത്രൻ്റെതായിട്ടുള്ളതിൽ നിങ്ങൾ എന്നോട് കൂടെ അംഗീകരിക്കുക, ഏറ്റു പറയുക. പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു, ഞാൻ അങ്ങയുടെ പ്രിയ പുത്രനാണ്. യേശുവേ, അങ്ങ് എൻ്റെ മഹാപുരോഹിതനാണ്. ഞാൻ നന്ദിയുടെ യാഗം അങ്ങേക്ക് അർപ്പിക്കുന്നു. ആ വെളിപ്പാടുകൾക്ക് വേണ്ടി ഇന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നതിൽ നിങ്ങളെല്ലാവരും വചനം കേൾക്കുന്നിടത്തിരുന്നു കൊണ്ട് നന്ദി അർപ്പിക്കുക. ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, സ്വർഗീയ പിതാവ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. I just thank you that right now just release all this life out of you. Any lying symptoms in your body, all of it just bows down to it. It just gets repelled right now in the name of Jesus. I just thank you for this life. All skin rashes, everything disappears to your name. In Jesus' name, amen. You know, I really believe like it's by hearing the word that people get set free in beloved. That's how we have the cancer reports and these testimonies, okay? Hear the word. Just keep hearing. Go back. Live with a sense knowing that you're loved. Okay? Amen.